യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവൻ്റെ വിശുദ്ധ ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 11-ാമത് വാക്യം. അവൻ്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പ് അവന് പരിചയമുള്ളവരൊക്കെയും അവൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ വീട്ടിൽ അവനോട് കൂടെ ഭക്ഷണം കഴിച്ചു എന്ന വാക്കാണ്. ഇവിടെയും രണ്ട് അതിപ്രധാനമായ ചിന്ത നമുക്ക് കാണുവാൻ കഴിയും. കഴിഞ്ഞ നാളുകളിൽ ഇയ്യോബിൻ്റെ ജീവിതത്തിലെ സമൃദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും ഒക്കെ കാലത്ത് എല്ലാവരും ഇയ്യോബിനോട് കൂടെ ഉണ്ടായിരുന്നു എങ്കിലും ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് ചില നഷ്ടങ്ങൾ, ചില കഷ്ടതകൾ, ചില രോഗങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില പ്രതിസന്ധികൾ ഒക്കെ കടന്നു വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇയ്യോബിനെ വിട്ട് പൊയ്ക്കളയുവാൻ കാരണമായി തീർന്നിട്ടുണ്ട് എന്ന വാക്യം നമ്മെ ഓർപ്പിക്കുകയാണ്. ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായിരുന്ന ദാവീദിൻ്റെ ജീവിതത്തിൽ ആഴമായിട്ടുള്ള ചില പ്രയാസഘട്ടം കടന്നു വരുവാനിടയായി. തൻ്റെ മകനായിരിക്കുന്ന അബ്ശാലോം തന്ത്രപരമായി ദാവീദിനെ ചതിക്കുകയും രാജാവായി തീർന്നിരിക്കുന്നു എന്ന വാർത്ത പരക്കുകയും ചെയ്തു. ആ സമയത്ത് ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ദാവീദിനെ വിട്ട് ഓടിപ്പൊയ്ക്കളയുവാനും ആ നിലയിൽ വളരെ സങ്കടത്തോടും വേദനയോടും കൂടി വലിയ കരച്ചിലോടുകൂടി രാജാവും കൂടെ ഉണ്ടായിരുന്ന വളരെ കുറച്ചാളുകളും ചേർന്ന് കെദ്രോൻ തോട് കടന്നു പോവുകയും ചെയ്തതായ ഒരു സന്ദർഭത്തെക്കുറിച്ച് ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിലെ കഷ്ടതയുടെ സമയം എല്ലാവരും ദാവീദിനെ വിട്ട് പൊയ്ക്കളഞ്ഞ ഒരു സന്ദർഭമായിരുന്നു എന്ന് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ അരുമനാഥനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം നാം നോക്കിയാലും യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിനകത്ത് 65 മുതലുള്ളതായ വാക്യങ്ങൾ, 66 മുതലുള്ളതായ വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ യേശു കർത്താവിൻ്റെ ജീവിതത്തിനകത്ത് ചില പ്രതിസന്ധിയുടെ ഘട്ടങ്ങൾ കടന്നു വന്നു. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പൊയ്ക്കളയുവാനായിട്ടിടയായിത്തീർന്നു എന്നതുകൊണ്ട് 67-ാം വാക്യത്തിനകത്ത് യേശു കർത്താവ് കൂടെ നിൽക്കുന്നവരോട് ചോദിക്കുകയാണ്, യേശു പന്തിരുവരോട് നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അവരോട് പറയുകയാണ്, എൻ്റെ പ്രയാസത്തിൻ്റെ ഘട്ടങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എല്ലാവരും എന്നെ വിട്ട് ഓടിക്കളഞ്ഞിരിക്കുന്നു, പലരും പിൻവാങ്ങിപ്പോയിരിക്കുന്നു എന്ന് 66-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾക്കും പൊയ്ക്കളയുവാൻ മനസ്സുണ്ടെങ്കിൽ പൊയ്ക്കൊള്ളുക എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ യഥാർത്ഥമായ കാഴ്ചപ്പാട് പ്രാപിച്ച പത്രോസ് ഓർപ്പിച്ച് പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്, അതുകൊണ്ട് അങ്ങേ വിട്ട് ഞങ്ങൾക്ക് പോകുവാൻ സാധ്യമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യജീവിതമെന്ന് പറയുന്നത് സുഖ ദുഃഖ സമ്മിശ്രമായ ഒന്നാണെന്നും ജീവിതത്തിലെ കഷ്ടതയുടെയും ശോധനയുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഇല്ലായ്മകളുടെയും ഒക്കെ നടുവിൽ പലരും നമ്മോട് കൂടെ കാണുകയില്ലെന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും നമ്മെ വിട്ട് പൊയ്ക്കളയുന്നതിന് അത് കാരണമായി തീരുമെന്നും ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ 2 വാക്കുകൾ കൂടി ഞാൻ അതോട് ചേർത്ത് വെച്ച് പറയുന്നു. ഒന്ന്, ദൈവാത്മാവുള്ള ഒരു മനുഷ്യൻ
കഷ്ടതയുടെ നടുവിലിരിക്കുന്നവനെ കളഞ്ഞിട്ട് ഓടിപ്പൊയ്ക്കളയുകയില്ലെന്നും വെളിപ്പാടുള്ളതുകൊണ്ട് ആ ഒരു സാന്നിധ്യത്തിൽ നിലനിൽക്കുമെന്നും ശീമോൻ പത്രോസ് ഓർപ്പിക്കുന്ന വാക്കുകൾക്കകത്തുണ്ട്. മറ്റൊരു പ്രസ്താവന, ജീവിതത്തിനകത്തെ പ്രയാസഘട്ടങ്ങളിൽ ആരെല്ലാം നമ്മെ കളഞ്ഞാലും, ആരെല്ലാം നമ്മെ വിട്ട് ഓടിപ്പോയാലും, ആരെല്ലാം നമ്മെ ഒറ്റപ്പെടുത്തുവാൻ നോക്കിയാലും ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ലെന്ന് പറഞ്ഞ അരുമനാഥനായവൻ നമ്മോട് കൂടെ ഉണ്ടെന്നും ആ ദൈവം നമ്മെ ഒരു നാളും കൈവിട്ട് കളയുകയില്ലെന്നും തിരിച്ചറിഞ്ഞ് ആ ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ ലോകത്തിൽ പലരും ഞങ്ങളുടെ കൂടെ കാണുകയില്ല, എന്നാൽ ഞങ്ങളെ ഒരു നാളും കൈവിടുകയില്ലെന്ന് പറഞ്ഞ കർത്താവിൻ്റെ അദൃശ്യ സാന്നിധ്യം ഞങ്ങൾക്കായിട്ടുള്ളത് കൊണ്ട് നന്ദി. കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. അങ്ങയിൽ മാത്രം ലക്ഷ്യം വെച്ച് നിൽപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.